ദിവസവും രാവിലെ ഇഡ്ഡലിയും ദോശയും കഴിച്ച് മടുത്തെങ്കിൽ കൂടുതൽ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഈ ഓയിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. തലേ ദിവസം അരി അരച്ച് വെക്കാനോ കുതിർത്ത് വെക്കാനോ ഒന്നും കഷ്ടപ്പെടേണ്ട, വളരെ ഈസിയായി 10 മിനിറ്റിൽ തയ്യാറാക്കാം നമ്മൾക്ക് ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഒരു ക്രിസ്പിനെസ്സിനും ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. പകുതി സവോളയും ഒരു പച്ചമുളകുമാണ്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചേർക്കുന്നത് ഫൈബർ കണ്ടൻറ്റ് ഏറെയുള്ള ക്യുക്കുംബറാണ്. ഇതൊരു ചെറിയ ക്യുക്കുംബറാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വേണേലും ചേർക്കാവുന്നതാണ്. മട്ടറോ സ്വീറ്റ് കോണോ ക്യാപ്സിക്കമോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ സാധാരണ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾക്കിത് മിക്സാക്കി എടുക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ ഈ സെയിം ഐറ്റം തന്നെ കുറച്ച് വെള്ളം കുഴച്ച് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുത്താലും മതി. എന്നിട്ട് കട്ട്ലറ്റ് ചുട്ടെടുക്കുന്നത് പോലെ നമ്മൾക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും നമ്മൾക്കൊരു സിമ്പിൾ ടൊമാറ്റോ ചട്നി തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് സെസമി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 സ്പൂൺ തന്നെ കാണില്ല. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും എരിവിനാവശ്യമായ നമ്മളുടെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾക്കിതിലേക്ക് പകുതി സവോള ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒത്തിരി ബ്രൗൺ കളറാകുമൊന്നും വേണ്ട, ജസ്റ്റ് ആ പച്ചക്കുത്തൊന്ന് മാറിയാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടൊമാറ്റോ ആണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചാൽ മതിയേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കണേ, കാരണം ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതും ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളെ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കടലമാവിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇനി നമ്മൾക്കിത് ഒരു പാനിലേക്ക് കോരി ഒഴിച്ച് നമ്മളുടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ദോശ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ കവർ ചെയ്ത് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് നമ്മുടെ വെളുത്ത എള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും എള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ. അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. രാവിലെ ഒട്ടും തന്നെ ടൈമില്ലെങ്കിൽ നമ്മളുടെ ഈ ദോശ ബാറ്റർ രാത്രിയിലെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ടൊമാറ്റോ ചട്നി രാത്രിയിൽ നമ്മൾ വഴറ്റി വെക്കാവുന്നതാണ്. രാവിലെ എടുത്തൊന്ന് അരച്ചാൽ മാത്രം മതി. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബേസൻ ചില്ല. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കുന്നതിലും അത്ര ക്രിസ്പി ഒന്നും ആയിട്ടില്ല. ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കിട്ടും ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും, വളരെ കളർഫുള്ളും ടേസ്റ്റിയുമാണ്. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതവണ്ണവും വയറും കുറയ്ക്കാനൊക്കെ ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നൈറ്റിൽ ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ്. ഞാൻ ഇതൊന്ന് താളിച്ചിടുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് സെസമി ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു സ്പൂണ് കാണും കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഓയിൽ. അതിൽ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ദഹനത്തിനൊക്കെ ഏറെ നല്ലതാണ്, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി ഒന്ന് ഫ്രൈ ആക്കി നമ്മുടെ ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
വളരെ ടേസ്റ്റിയായ ഒരു ടൊമാറ്റോ ചട്നിയാണ് ഇത്. ചട്നിയൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എന്താണേലും 1-2 ദിവസം നിങ്ങൾക്ക് ഓടിക്കാവുന്നതാണ്. മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് കടലമാവിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഓപ്ഷനാണ്. പ്രോട്ടീനും ഫൈബറും ഏറെ ഉള്ളതിനാൽ നമ്മൾക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വിശക്കാതെ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റിച്ച് ആക്കാൻ ഇതിലേക്ക് പനീറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഡയറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഓപ്ഷനാണ്. ഞാൻ ഇത്രയും തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ 4 പേരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരാൾക്ക് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് ഫില്ലാകുകയും ഒരുപാട് നേരം വിശപ്പ് തോന്നാണ്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള നല്ല ഹെൽത്തി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാനും ഒരുപാട് നല്ല ഹെൽത്തി റെസിപ്പീസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.